ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 16/5/2024 8 മണിക്ക് കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ 41 പേരടങ്ങിയ സംഘം ശിവഗിരി തീർത്ഥാടന യാത്രയ്ക്ക് പുറപ്പെട്ടു. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു യാത്രയൊക്കെ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ പോയിട്ടില്ല, ശിവഗിരിയൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാനൊക്കെ ഭയങ്കര ത്രില്ലിലായിരുന്നു. തീർത്ഥാടന യാത്രയാണെങ്കിലും കുട്ടികളും ഞങ്ങളുമൊക്കെ നന്നായിട്ട് ആസ്വദിച്ചു. അന്നത്തെ രാത്രിക്കുള്ള ഭക്ഷണം ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മുടെ ചുരത്തിനടുത്ത് വെച്ച് അതൊക്കെ കഴിച്ച് പിന്നെ യാത്ര പുറപ്പെട്ടു. 10 മണിയായി കേട്ടോ നമ്മൾ ചുരം ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ. അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ എഡിറ്റിങ് വൈകിയതാണ്, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇത് ഇടാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ ഓരോ കാരണം കൊണ്ട് എഡിറ്റിങ് വൈകി. നമ്മൾ 8 മണി ആയപ്പോഴത്തേനും ചവറ എത്തി കേട്ടോ. അവിടെ നിന്ന് പിന്നെയും ഉണ്ട് ഒരുപാട് ദൂരം ശിവഗിരിക്ക് പോകാൻ. അങ്ങനെ എന്താ പറയുക, ആട്ടവും പാട്ടും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. മനസ്സിൽ മുഴുവൻ എങ്ങനെയാണ് ശിവഗിരി, എന്താണ് ശിവഗിരി എന്ന്, ശിവഗിരിയെപ്പറ്റി ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ്. പക്ഷേ അത് ഒരുപാടൊന്നും അറിയത്തില്ല. ഇതാ നമ്മുടെ കൂടെയുള്ള പ്രഭാകരൻ്റെ ഡാൻസാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശരിക്കും ഒരു ടൂറിൻ്റെ തീർത്ഥാടനം എന്ന് പറഞ്ഞാലും ആ ഒരു ഇതിലല്ലാതെ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. കൂടെ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിലൊന്നും നമ്മൾ യാത്ര പോയിട്ടില്ലല്ലോ. ആദ്യമായിട്ടാണ് ഈ കായലും എന്താ പറയുക ബോട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഇതാ ശിവഗിരി എത്തി കേട്ടോ. നമ്മൾ ശിവഗിരി എത്തി. എല്ലാവരും പോയ പോലെയല്ല. ഇതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു സമാധി എത്തിയ സ്ഥലം. ഗുരുസമാധിയാണത്. അതിൻ്റെ ഫോട്ടോസ് അധികം നമുക്ക് അവിടെ എടുക്കാൻ അലൗഡല്ല. അതുകൊണ്ട് കുറച്ച് ദൂരെ നിന്നൊക്കെയാണ് നമ്മളതിൻ്റെ ഫോട്ടോസ് എടുത്തത്. പിന്നെ അവരാദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊബൈലൊന്നും യൂസ് ചെയ്യരുതെന്ന്. പിന്നെ ഇങ്ങ് മാറി നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഗുരുവിനെ അവിടെ എപ്പോഴും നമ്മുടെ ദൈവദശകം ഇങ്ങനെ അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കാൻ തന്നെ ഒരു ശാന്തമായ അന്തരീക്ഷമാണ്. ഇത് കാണുന്നവരൊക്കെ ഒരുമാതിരി എല്ലാവരും ശിവഗിരിയൊക്കെ പോയി കണ്ടിട്ടുള്ളവരായിരിക്കും. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെയും എൻ്റെ ചേച്ചീനെയൊക്കെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ അനുഭവമാണ്. ഇതാണ് നമ്മുടെ ഗുരുദേവൻ്റെ സമാധി ഇരുത്തിയിരിക്കുന്നത്, സമാധി മണ്ഡപം. അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് നമ്മുടെ സ്വാമിജി നിത്യാനന്ദ സ്വാമിയെ കാണുവാനാണ്. നാരായണമൂർത്തി ഗുരു നാരായണമൂർത്തി, നാരായണമൂർത്തി ഗുരു നാരായണമൂർത്തി, നാരായണമൂർത്തി ഗുരു നാരായണമൂർത്തി, നാരായണമൂർത്തി പരമാചാര്യ നമസ്തേ. ആരായുകിലന്തമൊഴിച്ചാതിമകശ്രീ, നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആരാധ്യനതോർത്തിടുകൾ ഞങ്ങൾക്കവിടും നാരായണമൂർത്തേ ഗുരു നാരായണമൂർത്തി. വന്ന തീർത്ഥാടക സംഘത്തിന് ഹേതുകമായ നന്ദി സ്നേഹവും ദൈവദശവും. ചിലപ്പം ചെല്ലുന്ന എല്ലാം നമുക്ക് തിരിയാതുണ്ടെങ്കിൽ തിരുത്തി തന്നെ ചൊല്ലണം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ, ഒന്നൊന്നായി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയും ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും
നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമായും. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. ഓതും മൊഴിയും ഓർക്കുകിൽ അകവും പുറവും തിങ്ങും മഹിമാർന്നതിൻപദം ഉയർത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവാ. ദീന അവനപരായണ ജയിക്കുക ചിദാനന്ദ. ദയാസിന്ധോ ജയിക്കുക ആഴമേറും മനസ. ആഴിയിൽ ഞങ്ങളാഴവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ജയിക്കുക മഹാദേവ. ദീന അവനപരായണ എന്ന ട്രാൻസ്ലേഷൻ ഉണ്ട്, പക്ഷെ എല്ലാരും ദീനാവന, അതിന് അർത്ഥമില്ല. അപ്പം ദീന അവന പരായണ ജയിക്കുക ചിദാനന്ദ. ദയാസിന്ധോ ജയിക്കുക. ഭയങ്കരമാണ് അതിൻ്റെ എന്തെല്ലാം തെറ്റുകൂടാതെ ചെയ്യുന്ന. എന്താ പേര്? അതിൽ പഠിക്കുന്നു. എന്താ പേര്? നിന്റെ പേര്? ഏതിൽ പഠിക്കുന്നു? കൊള്ളാമല്ലോ. ആയിരങ്ങളാവട്ടെ. പാറശാല എവിടെയായിട്ട് വരും? അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് താഴെ നമ്മുടെ സ്വാമിമാർ സമാധി അടഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവരെ സമാധി ഇരുത്തിയിരിക്കുന്നത് ശാശ്വതികാനന്ദ സ്വാമി. നമുക്കെല്ലാവർക്കും അറിയാം ജലസമാധി അടഞ്ഞ, അതായത് ജൂലൈ മാസം 1-ാം തീയതി ജലസമാധി അടഞ്ഞ ശാശ്വതികാനന്ദ സ്വാമിയുടെ സമാധിയാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. ഇത് നമ്മുടെ ശ്രീനാരായണ ഗുരു സ്വാമി അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിലുമൊക്കെ അദ്ദേഹം ചെലവഴിച്ച വീടാണ്. ഒരു ജനലിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക്, ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഈ ചിത്രങ്ങൾ എടുക്കാൻ. അപ്പം ഇതിന് അതിൻ്റേതായ ന്യൂനതകളുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച ചാരുകസേര, കട്ടിൽ, അതുപോലെ രോഗാവസ്ഥയിൽ കിടന്ന കട്ടിൽ, അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കയറാൻ നമുക്ക് അലൗഡില്ല. ആ ജനലിൽ നിന്ന് വേണം, ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഈ ചിത്രങ്ങൾ എടുക്കാൻ. അദ്ദേഹം കുത്തി നടന്ന വടി, അതൊക്കെ അവിടെ ആ മൂലയ്ക്ക് ഒരു ഭാഗത്ത് ചാരി വെച്ചിട്ടുണ്ട്. കിണ്ടി പാത്രങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഈ ശ്രീനാരായണ ഗുരുദേവ കൊല്ലത്ത് നീരാവിൽ കൊച്ചുവരമ്പ് കേശവ മുതലാളിയുടെ ഭവനത്തിൽ വരുമ്പോൾ ഉപയോഗിച്ചിരുന്ന കസേര കേട്ടോ. ഈ കസേരയിലാണ് സ്വാമി വന്നുകൊണ്ടിരുന്നത്. ബോധാനന്ദ സ്വാമി സമാധി കുടീരമാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. എല്ലാം എത്ര ഭംഗിയായിട്ടാണ് അവിടെ ഇട്ടിരിക്കുന്നതെന്നറിയാമോ? എന്താ അതുപോലെ ക്ലീനാണ്. ഒരുമാതിരി എല്ലാ സ്വാമിമാരുടെയും സമാധി ഉണ്ട് അവിടെ. മാറിയ ഇത് ദുർഗാക്ഷേത്രം. അറിയില്ല, ചോദിച്ചു നോക്കാം നമുക്ക് പോകുമ്പോൾ. ഇത് നമ്മുടെ ക്രൂ ആട്ടോ. എല്ലാവരും ഒന്നും ഇല്ല, അവിടെ കുറച്ച് പേരുണ്ടായിരുന്നവരൊക്കെ ഇരുന്ന് ഞങ്ങളൊരു ഫോട്ടോ എടുത്ത ഒരു വീഡിയോ ജസ്റ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും പോയായിരുന്നു. പിന്നെ ഒരു പ്രത്യേക കാര്യം, നമ്മൾ 10 മണിയായി രാവിലെ വന്ന് ശിവഗിരിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് നമുക്ക് കഞ്ഞിയും പിന്നെ കടലക്കറിയും
അച്ചാറും. നല്ല അടിപൊളി കുത്തിരിക്കഞ്ഞി കേട്ടോ. ക്ഷീണമൊക്കെ പമ്പ കടന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യവും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സമാധി സ്ഥലം ശാരദാമഠം അവിടേക്കൊക്കെ പോയത്. പിന്നെ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ഭക്ഷണം കൊടുക്കുന്ന ഊട്ടുപുര, അതായത് അന്നദാനപ്പുര. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ക്യൂ നിന്നിട്ട് അകത്ത് പോയി അവിടെ നമുക്ക് പാത്രവും ഗ്ലാസ്സും എല്ലാം അവർ വെച്ചിട്ടുണ്ടാവും. അതിൽ വന്നിട്ട് അവർ ഭക്ഷണം വിളമ്പിത്തരും. അതിൻ്റെ ഉള്ളൊന്നും ഷൂട്ട് ചെയ്യാൻ നമുക്ക് അലൗഡ് അല്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നല്ല അടിപൊളി സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു പിന്നെ ഇതുമാതിരിയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലൊക്കെയാണ് ഇത്രയും നല്ല സദ്യ, അതായത് എല്ലാം കൂട്ടിയിട്ടുള്ള ഭക്ഷണമായിരുന്നു. അവിടെയൊന്നും നമുക്ക് പുറത്തുനിന്ന് ഒരു പൈസ കൊടുത്തിട്ടൊരു ഭക്ഷണമൊന്നും വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ കിട്ടും എല്ലാ ഭക്ഷണവും. പിന്നെ ഇത് കുട്ടികളും വലിയവരും കുട്ടികളായി മാറുന്ന കാഴ്ചകളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രായം ഒരു നമ്പർ മാത്രമാണ്. എങ്ങനെ ഇരുന്നാലും എത്ര പ്രായമായാലും അറിയാതെ ചാടിപ്പോകുന്ന പാട്ടുകളും, ഈ പാട്ടുകൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ, നമുക്ക് കോപ്പിറൈറ്റ് കിട്ടില്ലേ. അതുകൊണ്ടാണ് കേട്ടോ പാട്ടൊന്നും ഉൾപ്പെടുത്താത്തത്. എന്താ പറയുക, നല്ലോണം എൻജോയ് ചെയ്തു. ഇത് കഴിഞ്ഞ് നമ്മൾ പോയത് ഇവിടെ ചെങ്കൽ എന്ന് പറയുന്നിടത്ത് ശിവപാർവതി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ഒരു ശിവലിംഗമുണ്ട്. അതായത് ആ ശിവലിംഗത്തെ പറ്റി പറയാൻ കുറേ ഉണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ നമുക്കത് ഇതായിട്ട് പറയാൻ പറ്റില്ല. അത് നമുക്ക് വേറൊരു ദിവസം നല്ല ഇതായിട്ടൊരു വീഡിയോ ചെയ്യാം. ഇത് ഈ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ 150 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ 7 നിലയിൽ സ്ലോപ്പറായിട്ടാണ് ഇട്ടിരിക്കുന്നത്. 7 നിലയിൽ ശിവൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ശിവലിംഗങ്ങളും അല്ലാത്ത പ്രതിഷ്ഠകളും എല്ലാം ഉണ്ട്. ഒരു തന്ത്രി നമ്മുടെ കൂടെ വന്നിട്ട് വിശദമായിട്ട് എല്ലാം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. അതും ഈ ശിവലിംഗവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള അത്ര വിശദമായിട്ട് ഏറ്റവും മേലെ അവർ എത്രമേലും ഇതായിട്ട് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ കൈലാസം. അതുപോലെ എന്താ പറയുക, അവിടെ ചെന്നാൽ ഒരിക്കലും നിങ്ങൾ 150 രൂപ പോകുന്നത് കണക്കാക്കരുത്. എന്തായാലും ആ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ കയറണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ആറ്റുകാലമ്മേൻ്റെ അടുത്തേക്കാണ്. ഫോണൊക്കെ എല്ലാവരും വണ്ടിയിൽ വെച്ച്, അധികമൊന്നും ആർക്കും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയൊരിതല്ലായിരുന്നു. എല്ലാവരും ടയേർഡായിരുന്നു. ഈ ഒന്ന് യാത്രാക്ഷീണം അങ്ങനെ ഒക്കെ ആയത് കാരണം. ആറ്റുകാലമ്മേനെ കണ്ടു. ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, വൈകുന്നേരം ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഏറ്റവും വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഇനി എന്ന് കാണുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ നമുക്ക് ഫോണ് അലൗഡ് അല്ല ഉള്ളിലേക്കൊന്നും. അതുകൊണ്ട് പുറത്ത് നിന്നിട്ടുള്ള ഫോട്ടോസ് മാത്രമേ നമുക്ക് അവിടെ എടുക്കാൻ പറ്റുള്ളൂ. അവർ ഉള്ളിലേക്ക് ഫോണ് പോയിട്ട് നമ്മുടെ വാച്ച് വരെ അവരവിടെ അഴിച്ച് വാങ്ങി വെക്കും. അങ്ങനെ അവിടെയെല്ലാം കണ്ട് നമ്മൾ തിരിക്കുവാണ് വീണ്ടും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന വാക്യങ്ങൾ അന്വർത്ഥമാക്കിയ യോഗി വര്യൻ. 1856 ഓഗസ്റ്റ് 20 ജനനം. പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ. മരണം 1928 സെപ്റ്റംബർ 20. ശ്രീനാരായണ ഗുരുസ്വാമിയെപ്പറ്റി പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു ദിവസം വിശദമായിട്ട് അതൊരു വീഡിയോ ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ വന്നു, ശിവഗിരി തീർത്ഥാടനം ചെയ്തു. നമ്മളെ കൊണ്ട് പറ്റുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മൾ തിരിക്കുകയാണ്. നാളെ വേറെ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം തന്ത്രി ബബീഷ് ശാന്തിയുടെ വീട് കയറിക്കൂടൽ, അതായത് ഹൗസ് വാമിംഗ് ആണ്. അതിന് നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. ആ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് എനിക്കതിന് സാധിക്കാറില്ല. ഓരോരോ പ്രശ്നങ്ങളാണ്. കഴിവിൻ്റെ പരമാവധി ഇനി ഞാൻ എന്നും വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.